നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതം. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകുന്നത്. പട്ടാമ്പി മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മണ്ഡലത്തിൽ ഊർജിതമായി മുന്നേറുകയാണ്. ചൊവ്വാഴ്ച പട്ടാമ്പി നഗരസഭാതിർത്തിയിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി നടന്നത്. രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയാണ് സ്ഥാനാർത്ഥി നടത്തി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പട്ടാമ്പി മണ്ഡലത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരണമെങ്കിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ മികച്ചതാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി ഓരോ സ്കൂളുകളുടെയും സ്റ്റാറ്റസ് എടുത്തു. ആദ്യഘട്ടത്തിൽ ചെറിയ നിരാശ തോന്നി. പട്ടാമ്പി GMLP സ്കൂള് നിങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളാണ്. GMLP സ്കൂള് 100 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ്. ആ സ്കൂള് 2016 കൂട്ടാൻ വെച്ച സ്കൂളുകളുടെ ലിസ്റ്റിലുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് തകർന്നു കിടക്കുന്ന സ്കൂളായിരുന്നു. ഇങ്ങനെ 4ലധികം സ്കൂളുകൾ ഉണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും മെച്ചപ്പെടുത്താൻ നമ്മൾ തുനിഞ്ഞിറങ്ങുകയും വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ആ GMLP സ്കൂൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടമുണ്ട്, ഓഡിറ്റോറിയമുണ്ട്, ചുറ്റുമതിലുണ്ട്, കവാടമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, സ്മാർട്ട് കിച്ചനുണ്ട്, ബസ്സുണ്ട്. ഏറ്റവും മനോഹരമായ വിദ്യാലയമായി ആ വിദ്യാലയം മാറി. ഇതൊരു വിദ്യാലയത്തിന്റെ കഥയല്ല, പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും കഥയാണ്. സ്ഥാനാർത്ഥിയുടെ 1, 2, 3 ഘട്ട പ്രചരണങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ പര്യടനം ഊർജിതമാക്കും. LDF നേതാക്കളും സ്ഥാനാർത്ഥിക്ക് അനുഗമിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനവും സ്ഥാനാർത്ഥി പൂർത്തിയായി വരികയാണ്. തുറന്ന വാഹനത്തിലുള്ള മണ്ഡലതല പര്യടനവും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. തൃത്താല മണ്ഡലത്തിൽ വീണ്ടും വികസന സംവാദ വെല്ലുവിളികൾക്ക് ചൂടേറുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടന്നാൽ അതിനു പുറകെ തൃത്താലയിൽ താനും സംവാദത്തിന് തയ്യാറെന്ന മറുപടിയുമായി VT ബൽറാം രംഗത്തെത്തി. ഇതോടെ LDF UDF സ്ഥാനാർത്ഥികളുടെ പരസ്പരമുള്ള വികസന സംവാദ വെല്ലുവിളികൾ വീണ്ടും തൃത്താലയിൽ സജീവമായി. മാർച്ച് 15-ന് VT ബൽറാമിനെ സംവാദത്തിന് വിളിച്ചിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് VT ബൽറാം സംവാദത്തിന് തയ്യാറായതെന്നും ബൽറാമിനെ ഗോദയിൽ സംവാദത്തിന് കാത്തിരിക്കുകയാണെന്നും MB രാജേഷ് പ്രതികരിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളതെന്ന സാഹചര്യം കണക്കിലെടുത്താൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും സംവാദ ചർച്ചകൾ നടക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ തൃത്താലയിലെ വികസന സംവാദം പരസ്പരമുള്ള വെല്ലുവിളികളിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ വികസന അനുഭവങ്ങളുടെ പൊള്ളത്തരത്തെ പൊളിച്ചു കാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ഡിസംബർ മാസത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മുഖ്യമന്ത്രി അതിനോട് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഡേറ്റും സമയവും സ്ഥലവും ഒക്കെ ഇനിയും തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് ഇക്കാര്യത്തെക്കുറിച്ച് ഇന്നലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ആ നിലയിലുള്ള സംവാദം നടന്നാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വികസന സംവാദങ്ങൾ നടത്താൻ LDFൻ്റെ സ്ഥാനാർത്ഥികൾ തയ്യാറായി കടന്നു വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ മറ്റ് 140 മണ്ഡലങ്ങളിലേക്ക് കാത്തു നിൽക്കാതെ അതിൽ ആദ്യത്തെ സംവാദം തൃത്താലയിൽ തന്നെ ആവാം എന്നുള്ളതാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം. മാർച്ച് 15-നാണ് സംവാദത്തിന് ക്ഷണിച്ചത്. ഇന്നിപ്പോൾ മാർച്ച് 30-ആണ്. 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ തയ്യാറായതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. വളരെ സന്തോഷം. ഞാൻ കാത്തിരിക്കുകയല്ലേ, ഗോദയിൽ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ അദ്ദേഹത്തെ. നമുക്ക് ആവാം, സമ്മതമാവാം. തൃത്താല നിയോജക മണ്ഡലത്തിൽ താമര വിരിയുമെന്ന LDF സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. വികസന മുരടിപ്പുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ഇത്തവണ NDA മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്നും V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കുടിവെള്ളം, പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിലെല്ലാം തൃത്താല ബഹദൂരം പിന്നിലാണ്. ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും തൃത്താലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തത് തികച്ചും ലജ്ജാവഹമാണ്. കഴിഞ്ഞ 12 വർഷമായി മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന മാതൃക തൃത്താലയിലെ വോട്ടർമാരെ സ്വാധീനിക്കും.
കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ, പ്രതിവർഷം കർഷകർക്ക് 6000 രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി, സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ ഒട്ടനേകം പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് തൃത്താലയിലെ ഓരോ കുടുംബവും. BJPക്കെതിരെ നടത്തുന്ന പതിവ് കുപ്രചരണങ്ങൾ അതുകൊണ്ടുതന്നെ ഇനി വിലപ്പോകില്ല. ജനങ്ങൾക്ക് ലഭിച്ച വികസന നേട്ടങ്ങൾ ഇത്തവണ വോട്ടായി മാറുമെന്ന് വി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വ്യക്തമാക്കി. മൂന്നാം ഘട്ട പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് NDA പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പരിപാടിക്ക് കപ്പൂരിൽ തുടക്കമായി. കപ്പൂർ സിറ്റി, കാഞ്ഞിരഞ്ഞാണി, എറക്കാട്, അമേറ്റിക്കര, കുമരനെല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി പ്രചരണം നടത്തി. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, എന്നെ MLA ആയി നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെള്ളിയാങ്കല്ലും അതുപോലെ തന്നെ തൃത്താലയിലെയും ടൂറിസം ഹബ്ബാക്കി മാറ്റും. ഏതൊരു ഇന്ത്യക്കാരനും വരാൻ കൊതിക്കുന്ന മനോഹരമായ തൃത്താല ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. തൃത്താലയുടെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാഭ്യാസപരമായി ആശുപത്രികൾ, തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് അപകടം പറ്റിയാൽ എവിടേക്ക് കൊണ്ടുപോകണം? തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകണ്ടേ? കിലോമീറ്ററുകൾ ദൂരെ കൊണ്ടുപോകണമല്ലോ. എന്തുകൊണ്ടാണ് മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ ആശുപത്രികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത്? LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തൃത്താല മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. പട്ടിത്തറ, തൃത്താല പഞ്ചായത്തുകളിലുള്ള നിശ്ചയിക്കപ്പെട്ട സ്വീകരണ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി വോട്ടർമാരോട് സംവദിച്ചും വോട്ട് അഭ്യർത്ഥിച്ചുമാണ് പ്രചരണം മുന്നേറുന്നത്. രാവിലെ 8:30 ആരംഭിച്ച പര്യടനം രാത്രി 10 മണിയോടെ സമാപിച്ചു. കൂറ്റനാട് നിന്നും തുറന്ന വാഹനത്തിൽ MP രാജേഷിന്റെ വാഹന പ്രചരണ ജാഥയും ഉണ്ടായി. ഗൃഹസമ്പർക്ക പരിപാടികൾക്കും പൊതുയോഗങ്ങൾക്കും പുറമെ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വരവേൽപ്പ് പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചു വന്നപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒരു വാഗ്ദാനം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? LDF ജയിച്ചാൽ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും എന്നായിരുന്നു. ഇന്ന് വീണ്ടും വോട്ട് ചോദിച്ചു വരുമ്പോൾ കേരളത്തിലെ 32.5 ലക്ഷം വീട്ടമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പെൻഷൻ തുക എത്തിച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ക്ഷേമ പെൻഷൻ 1600 എന്നുള്ളത് കൂട്ടും, മുടക്കമില്ലാതെ വീട്ടിലെത്തിക്കും. ഇപ്പൊ 2000 രൂപ 62 ലക്ഷം പെൻഷൻകാർക്ക് മുടക്കമില്ലാതെ വീട്ടിലെത്തിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പട്ടാമ്പി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയുള്ള പ്രചരണമാണ് ചൊവ്വാഴ്ച നടന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച പട്ടാമ്പി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥനയുമായിരുന്നു സ്ഥാനാർത്ഥി സജീവമായത്. രാവിലെ മുതൽ തന്നെ പട്ടാമ്പി ടൗണിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയുമായി എത്തി. UDF നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നിയോജകമണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ട പര്യടനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ പിന്തുണയാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി TP ഷാജി പ്രതികരിച്ചു. ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം പട്ടാമ്പി ടൗണിലെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ നേരിൽ കാണുന്നതിനാണ്. ഞങ്ങളിത് കാലത്ത് ആരംഭിച്ചതാണ്. വലിയ രീതിയിലുള്ളൊരു പ്രതികരണമാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ ആത്മവിശ്വാസവും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് എതിരായി വലിയ ഒരു ജനവികാരം ആളിക്കത്തുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചരണം കൂടുതൽ ഊർജിതമാകും. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മണ്ഡലത്തിലേക്ക് പ്രചരണത്തിനായി എത്തുന്നുണ്ട്. ഇത് പ്രവർത്തകരെ കൂടുതൽ ആവേശം പകരുമെന്നും സ്ഥാനാർത്ഥി TP ഷാജി സൂചിപ്പിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരവധി നേതാക്കൾ പട്ടാമ്പിയിലേക്ക് എത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് ഐക്യജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ആദ്യ റൗണ്ട് പര്യടനം പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാം റൗണ്ട് പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ റൂട്ട് മാർച്ച് നടത്തി. ഭയമില്ലാതെ സമാധാനപരമായി ബൂത്തുകളിലെത്തി ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് നടത്തിയത്. വൈകിട്ട് 4 മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പോലീസ് റൂട്ട് മാർച്ച് കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം സമാപിച്ചു.
വിളയൂർ കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂളിന്റെ 100ാം വാർഷികത്തിന്റെ സമാപന പരിപാടികൾ ഏപ്രിൽ 2-ന് ആരംഭിക്കും. 2 ദിവസങ്ങളിലായാണ് സമാപന പരിപാടികൾ നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച സമാപനമാകും. 2 ദിവസങ്ങളായാണ് ശതാബ്ദി സമാപനാഘോഷ പരിപാടികൾ നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷമായി വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം കൊണ്ടാടുന്നത്. ഒരു നാടിന് 100 വർഷമായി വിദ്യ പകർന്നു നൽകുന്ന സ്കൂളിന്റെ 100ാം വാർഷിക സമാപന പരിപാടികളും ഗ്രാമത്തിന്റെ ഉത്സവമായി കൊണ്ടാടാനാണ് ലക്ഷ്യം. 1926 നമ്മുടെ വിദ്യാലയം സ്ഥാപിക്കുന്നത്. മാർക്കാന്തരത്തിൽ പുലാക്കാട്ട് പരമനെഴുത്തച്ഛൻ അദ്ദേഹമാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. അന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു എഴുത്ത് പള്ളിക്കൂടമായി ഏകാധ്യാപക വിദ്യാലയമായിട്ടാണ് നമ്മുടെ കൊഴിഞ്ഞിപ്പറമ്പ് സ്കൂളും സ്ഥാപിച്ചിട്ടുള്ളത്. മദ്രാസ് എലിമെൻ്ററി ബോർഡിൻ്റെ കീഴിലായിരുന്നു അന്ന് വിദ്യാലയങ്ങളൊക്കെ. അന്നത്തെ ഒരു പരിസ്ഥിതി വെച്ച് അന്നത്തെ കുട്ടികളൊക്കെ നമുക്കറിയാം സാധാരണക്കാരായ ആളുകളായിരുന്നു അന്ന് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മക്കൾക്കൊന്നും സ്കൂളിലേക്ക് വരണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. കൃഷിപ്പണിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഈ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ പരമനെഴുത്തച്ഛൻ മാഷിൻ്റെ പുത്രനും ഈ ALPS കരിങ്ങനാട്ടിലെ അധ്യാപകനുമായിരുന്ന കുട്ടികൃഷ്ണൻ മാഷായിരുന്നു ഈ വിദ്യാലയത്തിൻ്റെ ഒരു ഗതി മാറ്റി നിശ്ചയിച്ചത്. അദ്ദേഹം രാവിലെ എല്ലാ വീടുകളിലും എത്തി അവിടെ പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണവും വസ്ത്രവും കൊടുത്ത് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ച പാരമ്പര്യമാണ് ഈ സ്കൂളിനുള്ളത്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. സാംസ്കാരിക പ്രഭാഷകൻ VK സുരേഷ് ബാബു കൂത്തുപറമ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് രജിസ്ട്രാറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ വിശിഷ്ടാതിഥിയാകും. ഉച്ചയ്ക്ക് ശേഷം ഓർമ്മ പങ്കുവയ്ക്കൽ, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം എന്നിവയും നടക്കും. 2 ദിവസങ്ങളിലായി ഏപ്രിൽ 2, 3 തീയതികളിലായിട്ടാണ് ഈ പരിപാടിയുടെ സമാപനം നടക്കുന്നത്. ആദ്യത്തെ ദിവസം 2-ാം തീയതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക രക്ഷാകർതൃ സംഗമം നടത്തുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതും ഇതിൽ സംസാരിക്കുന്നതും നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായിട്ടുള്ള കൂത്തുപറമ്പ് VK സുരേഷ് ബാബു സാറാണ്. അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിരുന്ന റിട്ടയർ ആയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ സുബ്രഹ്മണ്യ സാറാണ് മുഖ്യാതിഥി. അതുപോലെ തന്നെ വൈകുന്നേരം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പിന്നണി ഗായിക, ചലച്ചിത്ര പിന്നണി ഗായിക ലതിക ടീച്ചറാണ്. അവരാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകുന്നേരം നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര പിന്നണി ഗായിക ലതിക നിർവഹിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും. 3-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഹക്കീം പുൽപ്പറ്റ ഉദ്ഘാടനം ചെയ്യും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശതശ്രീ എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ദിവസത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രക്ഷിതാക്കൾ സംഗമവും പൂർവ്വ അധ്യാപകരുടെ സംഗമവുമായി വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3-ാം തീയതി ആ വിദ്യാലയത്തിനകത്തെ വിദ്യാർത്ഥികളുടെ പരിപാടിയും ആ വിദ്യാലയത്തിനകത്തുള്ള മുഴുവൻ രക്ഷിതാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ഈ 2 ദിവസമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും നാടൊന്നാകെ ആ വിദ്യാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ MP സതീശൻ, PTA പ്രസിഡന്റ് റഹ്മാൻ സങ്കേതത്തിൽ, സഹസംഘം കോർഡിനേറ്റർ NP ഷാഹുൽ ഹമീദ്, അമാനുള്ള, KP നാരായണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇപ്പോഴും നമ്മൾ ചില ആളുകൾ കാണാൻ പോകുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ 80-85 വയസ്സുകളോളം പ്രായമുള്ള ആളുകൾ ഇപ്പോഴും നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. കുഴിമമ്പ സ്കൂളിനെ പ്രതീക്ഷിച്ചിടത്തോളം 35,000-ഓളം വിദ്യാർത്ഥികൾ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും പല മേഖലകളിൽ ഇപ്പോൾ നമ്മൾ തന്നെ പാലക്കാട് ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടർമാരായും നിരവധി അധ്യാപകരായും നിരവധി സർക്കാർ ജീവനക്കാരും ഒക്കെ റിട്ടയർഡ് ആയവർ, അതുപോലെ തന്നെ പ്രമുഖ ചാനലിൽ ഉള്ള ആളുകൾ, നമുക്കറിയാം പട്ടാമ്പി സുരേഷ് പട്ടാമ്പി ഒക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയതാണ്. അത്തരം ഒരുപാട് ആളുകൾ ഇന്ന് പഠിച്ചു പോവുകയും
നിരവധി ആളുകൾ ഡോക്ടർമാരൊക്കെ ഉള്ള സ്കൂളിന് വലിയൊരു 100 വർഷം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ 1 വർഷം മുന്നേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്, സമാപിക്കുകയാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.